أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يستحيي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബഖറ, അതിലെ 26, 27 രണ്ട് ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ഇതിനെ ഏറ്റെടുക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട് നാളെ ഖുർആനിൻ്റെ ശഫാഅത്തിന് നമ്മളെ അല്ലാഹു അർഹരാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ വളരെ നിസ്സാരമായ ചില ജീവികളെ ഉപമകളായി, ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഉപമകളായി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഈച്ചയെ പറ്റി അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഈച്ച എത്ര നിസ്സാരമായ ഒരു ജീവിയാണ് ഈച്ച. അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിലെ, ഭൗതിക ജീവിതത്തിലെ, ദുനിയാവിന്റെ ജീവിതത്തിൽ അവൻ എത്ര വലിയ പൈസ ചെലവഴിച്ച് വീടുകൾ കെട്ടി ഉണ്ടാക്കിയാലും ആ വീടിനെ അല്ലാഹു ഉപമിച്ചിരിക്കുന്നത് അങ്കബൂത്തിന്റെ അഥവാ ചിലന്തിയുടെ വീടിന് തുല്യമാണ്. ചിലന്തിയെ പറ്റിയാണ് അല്ലാഹു പറഞ്ഞത്. ചിലന്തി വീടുണ്ടാക്കുന്നുണ്ട്, അതിമനോഹരമായ വീട്. ഇന്നേ വരെ ഒരു എഞ്ചിനീയർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വീട് അത് നിർമ്മിക്കും. പക്ഷേ ചെറിയൊരു കാറ്റടിച്ചാൽ, ഒരു മഴത്തുള്ളി വീഴാൻ തകിട് പൊടിയായി ആ വീട് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ പരിശുദ്ധമായ ഖുർആനില് ഈച്ചയെ പറ്റി, ചിലന്തിയെ പറ്റി ഇങ്ങനെ കുറെ ഉപമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മുശ്രിക്കീങ്ങളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അല്ലാഹുവിനെയും പരിഹസിച്ചുകൊണ്ട് അവർ പറയുമായിരുന്നു, നിങ്ങളുടെ അല്ലാഹ്ക്ക് ഇത്ര നിസ്സാരമായ ജീവികളെ കിട്ടിയുള്ളോ ഉപമകളായി പറയാൻ? നമ്മുടെയൊക്കെ കണ്ണിലെ ഏറ്റവും നിസ്സാരമായ ജീവികളാണല്ലോ ഇത്, ഇവകളെ കിട്ടിയുള്ളോ ഇതൊക്കെ പറയാൻ? ഇതൊക്കെ എന്തിനാ പറയുന്നത് എന്ന് പറഞ്ഞ് മുശ്രിക്കീങ്ങളായ ആളുകൾ ആ കാലഘട്ടത്തിൽ പരിഹസിക്കുമായിരുന്നു, വല്ലാതെ പരിഹസിക്കുമായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു
അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പ്രമുഖരായ സഹാബാക്കളിൽ ഒരു വലിയൊരു വിഭാഗം ആളുകളും ഈ രണ്ട് ആയത്തുകൾ മുശ്രിക്കീങ്ങളും മുനാഫിക്കുകളെയും സംബന്ധിച്ചാണ് ഇറങ്ങിയത് എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിനോടനുബന്ധമായി ഇങ്ങനെയുള്ള പരിഹാസങ്ങൾ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലാഹ, നബിയെ വളരെ കൃത്യമായി അങ്ങ് പ്രബോധനം ചെയ്യണം, അങ്ങ് മനസ്സിലാക്കി കൊടുക്കണം. ലോകത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മതലൻ മാ ബഊലതൻ ഫമാ ഫൗക. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ലജ്ജിക്കുകയില്ല, അവന് യാതൊരു വിധമായ ലജ്ജയും അവനില്ല. ഒരു കൊതുകിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കൊതുകിനേക്കാളും നിസ്സാരമായ ഏതെങ്കിലും ഒരു ജീവിയെയോ ഉപമയാക്കുന്ന വിഷയത്തിൽ, സാദൃശ്യപ്പെടുത്തുന്ന വിഷയത്തിൽ അല്ലാഹുക്ക് യാതൊരു സങ്കോചവുമില്ല. അല്ലാഹുക്ക് യാതൊരു നാണവും ലജ്ജയും ആ വിഷയത്തിൽ ഇല്ല എന്ന് നബിയെ തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞേക്കും. നിങ്ങളുടെ അല്ലാഹുക്ക് ലജ്ജയില്ലേ എന്നവർ ചോദിക്കുന്നല്ലോ. ചിലന്തിയെ പറ്റി പറഞ്ഞ്, ഈച്ചയെ പറ്റി പറഞ്ഞ്, ഉപമകൾ പറഞ്ഞ് നിങ്ങളുടെ അല്ലാഹുക്ക് ലജ്ജയില്ലേ എന്നവർ ചോദിക്കുന്നല്ലോ. അവരോട് പറഞ്ഞേക്ക്, കൊതുക് മാത്രമല്ല, കൊതുകിനേക്കാൾ ഏറ്റവും നിസ്സാരമായതിനെയും ഉപമയാക്കാൻ അല്ലാഹുക്ക് യാതൊരു വിധമായ ലജ്ജയും ഇല്ല. പടച്ചവൻ ലജ്ജിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇത്തരം ഉപമകൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയപ്പെടുമ്പോ യഥാർത്ഥ സത്യവിശ്വാസികളുടെ റോൾ എന്താണ്? ഫഅമ്മല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾ ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു ബിറബ്ബിഹിം, അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന തരത്തിൽ അവരുടെ അറിവ് ഉയരുകയും അവർ പറയും, തീർച്ചയായും ഇത് നാഥനിൽ നിന്നുള്ള സത്യമാണ് എന്നവർ തിരിച്ചറിയുന്നു. ഇത് പടച്ചവനിൽ നിന്നുള്ള സത്യമാണ്, ആരും കടത്തിക്കൂട്ടിയതല്ല. ഇത് പടച്ചവന്റെ വചനമാണ്, ഇത് പടച്ചവനിൽ നിന്നുള്ള സത്യസന്ധമായ കാര്യമാണ് എന്ന് അവർ തിരിച്ചറിയും. എന്നാൽ ഈ ഉപമകൾ പറയുന്നതിലൂടെ, അത് കേൾക്കുന്നതിലൂടെ സത്യനിഷേധികളായ ആളുകളോ വഅമ്മല്ലദീന കഫറു, സത്യനിഷേധികളായ മുശ്രിക്കുകളായ മുനാഫിക്കുകളായ ആളുകൾ ഫയഖൂലൂന, അവർ ചോദിക്കുന്നു, മാദാ അറാദല്ലാഹു ബിഹാദാ മസല, ഈ ഉപമകൾ കൊണ്ട്, ഈ ഉദാഹരണങ്ങൾ കൊണ്ട് അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു പറയുകയാണ്, ഈ ഒരൊറ്റ ഉപമ കാരണത്താൽ, ചിലന്തിയെ പറ്റി, ഈച്ചയെ പറ്റി പറയപ്പെടുന്ന ഉപമ കാരണത്താൽ യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ, ധാരാളം ആളുകൾ പിഴച്ചുപോയി, ധാരാളം ആളുകൾ നേർവഴിയിലാവുകയും ചെയ്യുന്നു. അല്ലാഹു പറയുകയാണ്, ഇതൊക്കെ അല്ലാഹുവിൽ നിന്നുള്ളതാണ്, ഇതൊക്കെ പടച്ചവന്റെ വചനങ്ങളാണ്, ഇതിന്റെ ഉള്ളിൽ വലിയ അർത്ഥങ്ങളുണ്ട്, അത് പടച്ചവന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അത് അല്ലാഹുവിലേക്ക് തിരിച്ച്, അല്ലാഹുവിലേക്ക് ചേർത്തു പറഞ്ഞ വിശ്വാസികളായ ആളുകൾ അവർ നേർവഴിയിലായി. നേരെ മറിച്ച് സംശയിച്ചുകൊണ്ട് എന്തിനാ ഇതൊക്കെ പറയുന്നത്, ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ആളുകളുടെ ഇടയിൽ സംശയത്തിന്റെ നിഴലുകൾ ഇട്ടുകൊടുത്ത് നടന്ന ആളുകൾ വഴിപിഴയ്ക്കുകയുണ്ടായി. അതാണ് പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ഒരുപിടി ആളുകൾക്ക് ഹിദായത്തായി, കുറച്ചാളുകൾക്ക് വഴികേടിലുമായി. ഖുർആൻ വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ആരാ വഴിപിഴയ്ക്കുന്നത്? അല്ലാഹു തീർത്ത് പറഞ്ഞു, വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളല്ലാതെ, അധർമ്മകാരികളല്ലാതെ, പാപികളല്ലാതെ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് വഴിപിഴയ്ക്കുകയേ ഇല്ല. അവരാണ് വഴിപിഴയ്ക്കുന്നത്, അവരാണ് വഴിപിഴയ്ക്കുന്നത്. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതല്ലേ? ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ ജനങ്ങളോട് സംസാരിച്ചതല്ലേ? 6-ാം നൂറ്റാണ്ടിലെ നിയമമല്ലേ?
21-ാം നൂറ്റാണ്ടിൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് കഴിയുമോ? നമ്മൾ ജീവിക്കുന്ന ഏത് ലോകത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധമായ ഖുർആനെ പരിഹസിക്കുന്ന ആളുകൾ എവിടെ എത്തി? വലാലിയത്തിലെത്തി, വഴികേടിലെത്തി. നേരെ മറിച്ച് ഇത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ഏതൊരു ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കട്ടെ, ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യനോട് അവന്റെ റബ്ബ്, അവന്റെ ഉടമസ്ഥൻ സംസാരിച്ച സംസാരമാണ്, അത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് വിശ്വസിക്കുകയും തീരുമാനിക്കുകയും ചെയ്തവരാരായി? ഹിദായത്ത്. അതാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ഹിക്മത്ത്. ഖുർആനിന്റെ ഹിക്മത്ത് അതാണ്. ഖുർആൻ കൊണ്ട് കുറെ ആളുകൾ വഴിപിഴച്ചു, ഖുർആൻ കൊണ്ട് കുറച്ച് ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുകയും ചെയ്തു. ഇവരെങ്ങനെയുള്ളവരാണെന്നറിയാമോ? الذين ينقضون عهد الله من بعد ميثاقه. അള്ളാഹുമായിട്ട് കരാർ ഉറപ്പിച്ചതിന് ശേഷം ആ കരാറിനെ ലംഘിക്കുന്നവരാണിവർ. ഇക്കൂട്ടർ അള്ളാഹുമായിട്ട് കരാർ ഉറപ്പിച്ചതിന് ശേഷം ആ കരാറിനെ ലംഘിച്ചവരാണിവർ. മാത്രമല്ല وَيَقْطَعُونَ مَا أَمَرَ اللَّهُ بِهِ أَن يُوصَلَ. കൂട്ടിയിണക്കാൻ കൽപ്പിച്ച മുഴുവൻ ബന്ധങ്ങളെയും വെട്ടിമുറിച്ച് മാറ്റി വേർപെടുത്തിയവരാണിവര്. അതിൽ അതിശയമൊന്നും വേണ്ട. അള്ളാഹുവിനോടുള്ള കരാറ് ലംഘിച്ചവരാണിവര്. അള്ളാഹ് ഏതിനെയൊക്കെ കൂട്ടിയിണക്കണമെന്ന് പറഞ്ഞോ, അഥവാ എല്ലാ തലങ്ങളിലുമുള്ള മനുഷ്യബന്ധങ്ങളെയും, എല്ലാ തലങ്ങളിലുള്ള മനുഷ്യബന്ധങ്ങളെയും, കുടുംബ ബന്ധമാകട്ടെ, ഭാര്യഭർത്ത ബന്ധമാകട്ടെ, മാതൃപിതൃ ബന്ധമാകട്ടെ, മക്കളുമായിട്ടുള്ള ബന്ധമാകട്ടെ, അയൽവക്ക ബന്ധമാകട്ടെ, സൗഹൃദ ബന്ധമാകട്ടെ, ഏതു ബന്ധമാകട്ടെ, മനുഷ്യരുമായി ഇണക്കപ്പെടുന്ന ഏതു ബന്ധവും കൂട്ടി ഇണക്കണം, ചേർത്തു പിടിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പക്ഷേ ആ ബന്ധങ്ങളെ അവർ അറുത്തു മുറിച്ചു മാറ്റി വിഭിന്നമാക്കിയവരാണ്. മൂന്നാമത്തതോ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായ പ്രശ്നങ്ങൾ ഭൂമിയിൽ അവർ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു പറഞ്ഞു, ഇക്കൂട്ടരെ പറ്റി പറഞ്ഞു, ഈ 3 തരം ആളുകൾ. ഒന്നാമത്തത് അള്ളാഹുമായിട്ട് കരാർ ഉറപ്പിച്ചതിന് ശേഷം ആ കരാറിനെ ലംഘിക്കുന്നവർ. എല്ലാ മനുഷ്യബന്ധങ്ങളെയും അള്ളാഹു കൂട്ടിയിണക്കണമെന്ന് പറഞ്ഞു. ആ കൂട്ടിയിണക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ അറുത്തുമുറിച്ചു മാറ്റി ഛിന്ന ഭിന്നമാക്കിയവർ. ഭൂമിയിൽ ഓരോ ദിവസവും ഓരോ വിഷയങ്ങളിട്ട് ആളുകളിടയിൽ ഫിത്നയും ഫസാദും കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്ന ആളുകൾ. ഈ 3 തരത്തിലുള്ള ആളുകൾ ഉലൈക ഹുമുൽ ഖാസിറൂൻ. അള്ളാഹു അവസാനം പറഞ്ഞു, ഇവര് പരാജിതരാണ്, ഇവരൊരിക്കലും വിജയിക്കുകയില്ല, ഇവര് നഷ്ടവാളികളാണ്. ഉലൈക ഹുമുൽ ഖാസിറൂൻ, ഇവര് നഷ്ടവാളികളാണ്. ഇത്തരത്തിലുള്ള ആളുകളാണ് പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചിട്ട് എന്തിനാ റബ്ബ് ഇത്തരം നിസ്സാരമായ കാര്യങ്ങളെ ഉപമിക്കുന്നത് എന്തിനാ എന്ന് വാദിക്കുകയും അതിനുവേണ്ടി തർക്കിക്കുകയും അതിനുവേണ്ടി സമയം കളയുകയും മറ്റുള്ളവരെ തശ്വീഷിലാക്കുകയും മറ്റുള്ളവരെ സംശയത്തിലാക്കുകയും ചെയ്യുന്ന ആളുകൾ. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആനിനോട് കളിക്കാൻ നമ്മൾ ആരും നിൽക്കരുത്. ഖുർആനിനോട് കളിക്കാൻ എന്തിനാ അത് പറഞ്ഞ്. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞിട്ടില്ലാത്ത വ്യാഖ്യാനങ്ങൾ ഖുർആനിന് കൊടുക്കുക, ഖുർആനിനെ അലക്ഷ്യമായി നിസ്സാരവൽക്കരിക്കുക, ഇതൊക്കെ വളരെ നമ്മൾ സൂക്ഷിച്ചുകൊള്ളണം, വലിയ സൂക്ഷിച്ചുകൊള്ളണം. ഖുർആൻ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്തേക്ക് വരേണ്ട ചിന്ത, ഇതെന്റെ റബ്ബനോട് സംസാരിച്ച ഞാൻ എന്റെ റബ്ബിനെ കാണുന്നില്ല, ഞാൻ ഇതേവരെ എന്റെ റബ്ബിനെ കണ്ടിട്ടില്ല, എന്റെ കണ്ണുകൊണ്ട് കാണാത്ത എന്റെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നവനാണ് ഞാൻ. ആ വിശ്വസിച്ച എന്റെ റബ്ബ് എന്നോട് സംസാരിച്ച സംസാരമാണ് എന്റെ കയ്യിലിരിക്കുന്നത് എന്ന തോന്നലോടെ ആയിരിക്കണം ഓരോ തവണയും നമ്മൾ ഖുർആൻ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ആ ചിന്തയെ മാറ്റാൻ വേണ്ടി ആര് പരിശ്രമിക്കും? പിശാച് പരിശ്രമിക്കും. അതുകൊണ്ടാണ് അല്ലാഹ് പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ പറഞ്ഞു, ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്. നിങ്ങൾ എപ്പോൾ ഖുർആൻ ഓതുമ്പോഴും ഇനി ഒരായത്തെ നിങ്ങൾ ഓതുന്നുള്ളൂ, എപ്പോൾ ഖുർആൻ ഓതുമ്പോഴും എന്ത് ചെയ്തേക്കണം?
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കാരണം ഇത്തരം ചിന്തകൾ നമ്മളിലേക്ക് ഇട്ടുതരാതിരിക്കാൻ വേണ്ടി പിശാചിൽ നിന്ന് കാവൽ തേടിയിട്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. രണ്ടാമത് പറഞ്ഞു ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറുൻ, ശുദ്ധിയോടുകൂടിയല്ലാതെ നിങ്ങൾ അതിനെ സ്പർശിക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം ഖുർആനിന്റെ വിഷയത്തിൽ. ഒന്ന്, ശുദ്ധിയോട് മാത്രമേ ഖുർആൻ തൊടാൻ പാടുള്ളൂ. മൂന്നാമത്തത്, ശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്ന വുളു, ശുദ്ധിയോടുകൂടി മാത്രമേ നിങ്ങൾ ഖുർആൻ തൊടാൻ പാടുള്ളൂ. മറ്റൊന്ന്, എപ്പോ ഖുർആൻ ഓതുമ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മൂന്നാമത്തൊരു കാര്യം പറഞ്ഞു, ഖുർആൻ ഓതുമ്പോ അതെന്ത് ചെയ്യണം? നിങ്ങൾ ചെവി കൊടുത്ത് കേൾക്കണം. അതും ഖുർആൻ പറഞ്ഞതാണ്. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മിണ്ടാതെ അതിരുന്ന് എന്ത് ചെയ്യണം? കേൾക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഖുർആനിനോടുള്ള ഹക്ക് പാലിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ لا يستحي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. بارك الله لنا ولكم في القرآن